ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ നാണം കെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പകരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞോ എന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് നിങ്ങളോട് അത്രയും വലിയ സ്നേഹം വേണം. ശരിയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ നിൽക്കുമെന്ന്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കും, സൈഡിൽ നിൽക്കാൻ ഇച്ചിരി സാധ്യത കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ആവശ്യത്തിന് അടി എനിക്ക് കിട്ടുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ പേരിൽ എന്തിനാ അടിയോളം? ഞാൻ നിങ്ങൾക്ക് പകരം നിങ്ങൾ തെറ്റ് ചെയ്തെന്നറിഞ്ഞിട്ടും നിങ്ങളുടെ സൈഡ് പിടിച്ച് അവനെ ഒന്നും പറയരുത്, അവളെ ഒന്നും പറയരുത്, വേണം എന്നെ പറഞ്ഞോ, വേണം എന്നെ തല്ലിക്കോ എന്ന് പറയണമെങ്കിൽ എനിക്ക് നിങ്ങളോട് അത്ര വലിയ സ്നേഹം, എന്ത് അചഞ്ചലമായ പുതുതായ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു സ്നേഹം എനിക്ക് നിങ്ങളോട് വേണം. ഉണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. അവിടെയാണ് ഈശോയുടെ സ്നേഹം അറിയേണ്ടത്. മനസ്സിലാക്കിയെടുക്കുക, ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്ക്. ദൈവം നിന്റെ പക്ഷത്ത് നിൽക്കുകയാണ്. അവനെ തല്ലണ്ട, അവനെ കുറ്റം പറയണ്ട, പകരം ഞാനുണ്ട്. ഈശോയുടെ സ്നേഹം നിങ്ങൾ അറിഞ്ഞത് വിശുദ്ധ കുരിശിൽ, വിശുദ്ധ ബലിയിലാണെങ്കിൽ ആ ബലിയിൽ കൈവിരിച്ച് പിടിച്ചുകൊണ്ട്, കുരിശിൽ കൈവിരിച്ച് പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നതാണ്, അവനെ പറയണ്ട, അവളെ പറയണ്ട, ഞാനിത് ഏറ്റെടുക്കുകയാണ്. ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാന. കർത്താവ് നിനക്ക് സൈഡ് പിടിക്കുന്ന സമയമാണ് വിശുദ്ധ ബലി. കർത്താവ് നിനക്ക് പകരം നിൽക്കുന്ന സമയമാണ് വിശുദ്ധ ബലി. അതുകൊണ്ട് എന്ത് പാപം ചെയ്തിട്ടാണേലും, സങ്കടപ്പെട്ടിട്ടാണേലും, വേദനയിൽ നിൽക്കുമ്പോഴും, നീ അത്ര കീറി മുറിഞ്ഞ് നിൽക്കുമ്പോഴും ഓടിച്ചെല്ലേണ്ടത് ഈ പരിശുദ്ധ കുർബാനയിലേക്കാണ്, ബലിയർപ്പണത്തിലേക്കാണ്. അവിടെ നിനക്ക് പകരം ബലിയായിത്തീരുന്ന ഒരാളെ നീ കാണും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം നമ്മുടെ പക്ഷത്ത് എപ്പോ? അത് ഏറ്റവും അടുത്ത് അനുഭവിച്ചറിയുന്ന സമയമാണ് പരിശുദ്ധ കുർബാനയുടെ സമയം. വലതുവഴി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.